ഹലോ, എന്റെ പേര് ലക്ഷ്മി നന്ദ, ലേൺ വൈസ് ഫാക്കൽറ്റി ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റ് 1 പാർട്ട് 1 ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, അതുപോലെ അതിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് പാർട്ട് 2 ക്ലാസ്സിലേക്ക് ഇന്ന് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് പ്ലാനിങ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ. മുൻകൂട്ടി ഡിസിഷൻസ് എടുക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ നേരത്തെ മുൻകൂട്ടി ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് പ്ലാനിങ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ടാണോ റിസോഴ്സസ് യൂസ് ആക്കുന്നത്, അത് അപ്രോപ്രിയേറ്റ് ടൈമിലാണോ യൂസ് ആക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. സോ അത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമേ അതെല്ലാം ഈ റിസോഴ്സസ് യൂസ് ചെയ്യുന്നതായാലും അത് കറക്റ്റ് ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങളായാലും നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ എപ്പോഴും നമ്മൾ പ്ലാനിങ് ഒരു ടോപ്പ് ഹൈറാർക്കി, അതായത് ടോപ്പ് മാനേജ്മെന്റിൽ നിന്നാണ് എപ്പോഴും നമ്മൾ ഒരു പ്ലാനിങ്, വർക്കിംഗ് ക്യാപിറ്റലിന്റെ പ്ലാനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ടൂൾസ് ആണ്, ദാറ്റ് ഈസ് ടൂൾസ് ഓഫ് പ്ലാനിങ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമുക്ക് 3 രീതിയിൽ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഷോർട്ട് ടേം പ്ലാനിങ്. ഷോർട്ട് ടേം കാര്യങ്ങൾക്കാണോ വേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ടേം പ്ലാനിങ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇസ് മീഡിയം ടേം പ്ലാനിങ് ആൻഡ് ലോങ് ടേം പ്ലാനിങ്. ഒരുപാട് നാളേക്കുള്ളതാണെങ്കിൽ ലോങ് ടേം പ്ലാനിങ്. അങ്ങനെ നമുക്ക് 3 കാറ്റഗറൈസേഷൻ ആയിട്ട് ഈ പ്ലാനിങ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഷോർട്ട് ടേമിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ക്യാഷ് ബഡ്ജറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് മീഡിയം ടേമിലേക്കാണല്ലോ ഇറ്റ് ഇസ് ഡിറ്റർമിനേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ലെവൽസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഐറ്റംസ്. ആൻഡ് ലോങ് ടേം പ്ലാനിങ് ആകുമ്പോൾ projected payouts and returns to shareholders in terms of CVP and fund flow analysis. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, പ്ലാനിങ് എങ്ങനെയാണ് നടത്തേണ്ടത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ഷോർട്ട് ടേം പ്ലാനിങ് ആണ് പറഞ്ഞത് അല്ലെ. അപ്പൊ അതിന് നമ്മൾ ഏതാണ് എക്സാമ്പിൾ പറയുന്നത്, ക്യാഷ് ബഡ്ജറ്റ് ആണ് നമ്മൾ അതിനെ പറഞ്ഞിരുന്നത്. സോ ക്യാഷ് ബഡ്ജറ്റ് എന്താണെന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇറ്റ്സ് എ ഹാൻഡി ഡിവൈസ് ഫോർ പ്ലാനിങ് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് വളരെ ഈസി ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആക്കുന്നതാണ് എന്ത്, ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ എന്താണ് ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ കമ്പാരിസൺ ഓഫ് എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക്, ചിലപ്പോൾ ഒരു വർഷത്തേക്ക് ആവാം അല്ലെങ്കിൽ ഒരു മാസത്തേക്ക്, അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും നടത്തിയുള്ളൂ അതൊക്കെ എസ്റ്റിമേറ്റ് ചെയ്ത് കമ്പയർ ചെയ്യുന്നതിനാണ് ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അല്ലെ, നമ്മളിപ്പോ ബഡ്ജറ്റ് ഇടുക എന്ന് പറയും. അത് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് ക്യാഷ് വന്നതും അതുപോലെ ക്യാഷ് പുറത്തേക്ക് പോയതും ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് നമുക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് എന്ത്, ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. മെയിൻലി നമുക്കതൊരു ഒരു വർഷത്തേക്ക് എന്നുള്ള രീതിയിലാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പീരീഡും കാര്യങ്ങളും എപ്പോഴും കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് മാനേജ്മെന്റ് ഇൻ മെനി വേസ്. പല രീതിയിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് ഈ ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്ന കാര്യം. ആൻഡ് ഓൾസോ പല മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും സഹായിക്കും. നമ്മളിപ്പോ ഒരു ബഡ്ജറ്റിംഗ് പ്രോസസ്സ് നമ്മൾ എങ്ങനെയാണ്, ആദ്യം നമുക്ക് ഒരു ബിഗിനിങ്ങിൽ നമുക്ക് ഉണ്ടാവുന്ന ക്യാഷ് ഉണ്ട്, അത് നമ്മൾ ആഡ് ചെയ്ത് ബാക്കി എന്തൊക്കെ ക്യാഷ് ഇൻഫ്ലോ ആണ് വരുന്നത് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ എന്തൊക്കെയാണ് പോയത് അതൊക്കെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ മൈനസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാഷ് ബഡ്ജറ്റ് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ആക്കുന്നത്. നമ്മൾ പറഞ്ഞു പല രീതിയിൽ നമ്മുടെ മാനേജ്മെന്റിന് ഈ ക്യാഷ് ബഡ്ജറ്റ് ഹെൽപ്പ് ചെയ്യും അല്ലെ. നമുക്ക് അതിൽ നിന്നും ഇൻഫോർമേഷൻ കിട്ടും, എത്രത്തോളം ക്യാഷ് ഇൻഫ്ലോ ഉണ്ടായിട്ടുണ്ട്, ക്യാഷ് ഔട്ട്ഫ്ലോ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെയാണ് ആ ഒരു കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് വളരെയധികം കിട്ടാനായിട്ട് ഈ ക്യാഷ് ബഡ്ജറ്റ് നമ്മളെ സഹായിക്കും. ആൻഡ് ഓൾസോ എപ്പോഴെങ്കിലും ഷോർട്ടേജ് വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു ഷോർട്ടേജ് വന്നത്, ഇതൊക്കെ നമുക്ക് ആ ഒരു ക്യാഷ് ബഡ്ജറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. ആൻഡ് ഓൾസോ ആ ഒരു ക്യാഷ് പൊസിഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞ രീതിയിലൊക്കെ കൂടിയിട്ട് നമുക്ക് മാനേജ്മെന്റ് ഒരുപാട് രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആൻഡ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് ഇസ് ദ പോപ്പുലർ മെത്തേഡ്. നമ്മൾ പറഞ്ഞു ഒരുപാട് മെത്തേഡ്സ് എന്ന് പറഞ്ഞു അല്ലെ ക്യാഷ് ബഡ്ജറ്റ്. സോ അതിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ക്യാഷ് വന്നതും റെസീപ്റ്റ് ആയതോ അല്ലെങ്കിൽ പേയ്മെന്റ് നമ്മൾ എന്ത് പേയ്മെന്റ് ചെയ്തു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നതാണ് എന്ത്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ബഡ്ജറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിലൊരു ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ആണ് എന്ത്, ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ എപ്പോഴും നമുക്ക് ഈ ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് പ്രോസസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്.
ഈ ക്യാഷ് ബഡ്ജറ്റ് നമുക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ പ്രൊഡക്ഷന്റെ കാര്യം, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ സെയിൽസ് ബഡ്ജറ്റ് ആവാം, മാൻ പവർ ബഡ്ജറ്റ് ആവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളിലും നമുക്ക് എങ്ങനെയൊക്കെയാണ് ആ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഒക്കെ വന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി അറിയാനായിട്ട് സഹായിക്കും. And also it is prepared as a means of identifying the past cash flows and determine the future course of action. അതായത് നമുക്കത് കമ്പയർ ചെയ്യാനായിട്ട് സഹായിക്കും. പാസ്റ്റ് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു ക്യാഷ് ഫ്ലോയും അതുപോലെ അതിന് ആ ഒരു പാസ്റ്റ് ക്യാഷ് ഫ്ലോ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് കണ്ടുപിടിക്കുന്നത് വഴി അതിൽ നിന്നും എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്, ഫ്യൂച്ചറിലേക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്യാഷ് ബഡ്ജറ്റ് വെച്ച് ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ ഇതാണ് ഒരു ഷോർട്ട് ടേമിലേക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു മെയിൻലി ഇതൊരു 1 ഇയറിലേക്കാണ്, മാക്സിമം എന്ന് പറയുന്നത് 1 ഇയറിലേക്കാണ് പോകുന്നത്. അതിലും ചെറിയ ഷോർട്ട് പീരീഡിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് സഹായിക്കും. സോ ഒരു ഷോർട്ട് ടേം പ്ലാനിങ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്, വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു പ്ലാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്, ക്യാഷ് ബഡ്ജറ്റ് ആണ്. നെക്സ്റ്റ് മീഡിയം ടേം പ്ലാനിങ് വരും എന്ന് പറഞ്ഞു അല്ലെ. മീഡിയം ടേം കുറച്ചും കൂടി നാള് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാനിങ് നമ്മൾ ആ വർക്കിംഗ് ക്യാപിറ്റലിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത്, മീഡിയം ടേം പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഒപ്റ്റിമം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 അപ്രോച്ചുകൾ വഴിയാണ്. ദാറ്റ് ഈസ് ഇൻഡസ്ട്രി നോം അപ്രോച്ച്, എക്കണോമിക് മോഡലിംഗ് അപ്രോച്ച്, സ്ട്രാറ്റജിക് ചോയ്സ് അപ്രോച്ച്. ഈ പറഞ്ഞ 3 രീതിയിലാണ് നമുക്ക് ആ ഒരു മീഡിയം ടേം പ്ലാനിങ്ങിൽ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ അത് പ്ലാൻ ചെയ്യണം എന്നുള്ളത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ ഈ 3 അപ്രോച്ചുകളും നമ്മൾ യൂണിറ്റ് 3 ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് പഠിക്കുന്നുണ്ട്. ഓരോ അപ്രോച്ചും എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ ജസ്റ്റ് നമ്മൾ അതിന്റെ പേരുകൾ മാത്രം, ഏതൊക്കെ അപ്രോച്ചുകളാണ് മീഡിയം ടേം പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ നോക്കുന്നതേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഇസ് CVP അനാലിസിസ്. നമ്മൾ പറഞ്ഞു ലോങ് ടേം പ്ലാനിങ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇപ്പം ഷോർട്ട് ടേം കഴിഞ്ഞു, മീഡിയം ടേം കഴിഞ്ഞു, നെക്സ്റ്റ് വരുന്നത് എന്താണ്, ലോങ് ടേമിലാണ്. ലോങ് ടേമിൽ നമ്മൾ ഏതൊക്കെയാണ് വരുന്നത്, CVP അനാലിസിസും അതുപോലെ ഫണ്ട് ഫ്ലോയും ആണ് നമുക്ക് വരുന്നത്. സോ എന്താണ് CVP അനാലിസിസ് എന്നുള്ളത് നമുക്ക് നോക്കാം. CVP അനാലിസിസ് പറഞ്ഞാൽ ഇറ്റ് എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്. CVP, കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്. ഇത് മൂന്നും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കി അതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാൻ ചെയ്യുന്നതിനാണ് CVP അനാലിസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ എൻറ്റയർ ഫിനാൻഷ്യൽ പ്ലാനിങ്. വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാനിങ് മാത്രമല്ല, മൊത്തത്തിൽ ആ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു CVP അനാലിസിസ് ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ പ്ലാനിങ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെ. വർക്കിംഗ് ക്യാപിറ്റലിനും ഉണ്ട്, അതിന് മാത്രമല്ല എൻറ്റയർ ആയിട്ട് ആ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലും നമുക്ക് ഈ ഒരു CVP അനാലിസിസ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ഫണ്ട് ഫ്ലോ. ഫണ്ട് ഫ്ലോ ഏതിലാണ് വരുന്നത്, ലോങ് ടേം പ്ലാനിങ്ങിലാണ് വരുന്നത് അല്ലെ. സോ ഫണ്ട് ഫ്ലോ മെയിൻ ആയിട്ട് എന്താണ്, ഒരു കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. It is used in long run to analyze the financial position of a company. ഒരു കമ്പനിയിൽ എത്രത്തോളം ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ, ഏത് രീതിയിലാണ് നിൽക്കുന്നത്, നല്ല രീതിയിലാണോ ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഫണ്ട് ഫ്ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അത് ലോങ് റൺ ആണ് അല്ലെ. ലോങ് ടേം പ്ലാനിങ്ങിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫണ്ട് ഫ്ലോയും നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് the prime objective is to show the flow of funds through working capital. എങ്ങനെയാണ് ഫണ്ട് ഫ്ലോ അവിടെ ഉണ്ടാവുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ വഴി എങ്ങനെയാണ് ഫണ്ട് ഫ്ലോ ഉണ്ടാവുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കലാണ് ഈ ഒരു ഫണ്ട് ഫ്ലോയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ മൂവ്മെന്റ് ഓഫ് ഫണ്ട്സ്, ഫണ്ട്സിന്റെ മൂവ്മെന്റ്, എങ്ങോട്ട് പോകുന്നു, എങ്ങോട്ട് വരുന്നു, ആ ഒരു ഫണ്ട് എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അതൊരു ലോങ് ടേം കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫണ്ട് ഫ്ലോ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയാണ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ടൂൾസ്. അത് ഓരോ ഷോർട്ട് ടേമിലുണ്ട്, മീഡിയം ടേമിലുണ്ട്, ലോങ് ടേമിലുണ്ട്. ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് ഈ നമുക്ക് ഇത് അനലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു പ്ലാനിങ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് വർക്കിംഗ് ക്യാപിറ്റലിൽ എന്നുള്ളത് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കുന്നത്. നെക്സ്റ്റ് ഇസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഇൻഫ്ലേഷൻ. വർക്കിംഗ് ക്യാപിറ്റലും ഇൻഫ്ലേഷനും തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് ഇൻഫ്ലേഷൻ വർക്കിംഗ് ക്യാപിറ്റലിനെ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് റൈസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആ ഒരു ഗുഡ്സിന്റെയോ സർവീസിന്റെയോ പ്രൈസ് കൂടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പീരിയൻസ് ബൈ ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് അല്ലെ. മിക്ക കൺട്രീസിലും ഈ ഒരു ഇൻഫ്ലേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. പ്രൈസ്, നമ്മുടെ ഓരോ ഗുഡ്സ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും ഓരോ വർഷം കഴിയും തോറും അതിന്റെ പ്രൈസ് കൂടി വരിക തന്നെ ചെയ്യുകയാണ്. പണ്ട് കാലത്ത് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര സീരിയസ് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമായിരുന്നു പണ്ട് കാലത്ത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്.
സോ ഓരോ ടൈമിലും നമുക്ക് ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ആ ഒരു പെർസെന്റേജിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് ഈ ഒരു മാറ്റങ്ങളും ചേഞ്ചസും ഒക്കെ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ ഇൻഫ്ലേഷൻ വരുന്നത് വഴി. ഓരോ സാധനങ്ങളുടെയും വില ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു ഇൻഫ്ലേഷൻ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിലും നമുക്ക് ആ ഒരു ഇൻഫ്ലേഷന്റെ എഫക്ട് നമ്മളിലേക്ക് വരുന്നത്. ഡേ ബൈ ഡേ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ക്രൂഡ് ഓയിലിന്റെ വില നോക്കുകയാണെങ്കിൽ നമുക്കത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ ഓരോ ഗുഡ്സ് ഓരോന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ ഈ വില കൂടുന്നതൊക്കെ എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ദാറ്റ് ഈസ് ഇമ്പാക്ട് ഓഫ് ഇൻഫ്ലേഷൻ. എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ അത് ഇമ്പാക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എന്താണ് നോക്കുന്നത്, ദാറ്റ് ഈസ് സൈസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന്റെ സൈസിനെ അതെങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഇമ്പാക്ട് ചെയ്യുന്നു ഇൻഫ്ലേഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇൻഫ്ലേഷൻ എന്താണ്? ഇറ്റ് കോസസ് സ്പേർട്ട് ഇൻ പ്രൈസസ് ഓഫ് ഇൻപുട്ട് ഫാക്ടേഴ്സ്. അല്ലെ, ഒരു കുതിപ്പാണ് ഉണ്ടാവുന്നത്. ഒരു നല്ലൊരു ആ പ്രൈസിൽ നല്ല ഇൻക്രീസ് ആണ് അവിടെ നമുക്ക് ഉണ്ടാകുന്നത്. അവരുടെ ആ ഒരു ഇൻപുട്ട് ഫാക്ടേഴ്സ് എന്തൊരു ഫാക്ടർ നമ്മൾ എടുക്കുകയാണെങ്കിലും, ഇപ്പൊ റോ മെറ്റീരിയൽ നമ്മൾ എടുക്കുകയാണ്, റോ മെറ്റീരിയൽ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു പ്രൈസ് കൂടുകയാണ്. അപ്പം നമ്മൾ ആ ഒരു പ്രൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്താ, വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് അതിനനുസരിച്ച് സൈസ് കൂടിക്കൊണ്ടേയിരിക്കും. നമുക്ക് ആ ഒരു പ്രൈസ് കൂടുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ലേബറിന് നമുക്ക് ചാർജ് കൊടുക്കേണ്ടത്, അപ്പൊ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കണം. അല്ലെ, വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നാണ് നമ്മൾ പഠിച്ചതാണ്. സോ ഇപ്പൊ കറണ്ട് അസറ്റ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് കൂടുതൽ ആവശ്യം വരികയാണ്. അപ്പൊ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ സൈസ് നമുക്ക് എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. And next, induce manufacturers to increase their volume of operations. അല്ലെ, ആ ഒരു വോളിയം ഓഫ് ഓപ്പറേഷൻ, അത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതും കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ മൊത്തത്തിൽ ആ ഒരു വർക്കിംഗ് ക്യാപിറ്റലിന്റെ സൈസ് ഏതൊക്കെ രീതിയിലാണ് കൂടുന്നത്? ഇൻപുട്ട് ഫാക്ടേഴ്സ്, സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇപ്പം ലേബറിന് നമുക്ക് പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയൽ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ നമുക്ക് പൈസ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ ഇൻപുട്ട് ഫാക്ടേഴ്സിന്റെ പ്രൈസ് നമുക്ക് കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. അതപ്പം വർക്കിംഗ് ക്യാപിറ്റലിന്റെ സൈസിനെ എഫക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഇൻക്രീസ് അവരുടെ വോളിയം ഓഫ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് അതും നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ഓൾസോ കമ്പനീസ് ടെൻഡ് ടു അക്യുമുലേറ്റ് ഇൻവെന്ററീസ്. അതായത് വില ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ വില കൂടും എന്നുള്ളതാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വീണ്ടും കൂടിയാലോ എന്ന് വിചാരിച്ച് നമ്മൾ കൂടുതൽ സാധനങ്ങൾ എപ്പോഴും നമ്മൾ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എപ്പോഴും ആ ഒരു ഇൻവെന്ററീസ്, അതായത് സ്റ്റോക്ക് നമ്മൾ നേരത്തെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. സോ അപ്പോഴും നമ്മുടെ സൈസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ ഇൻക്രീസ് ആവുകയാണ്. അല്ലെ, സോ കമ്പനീസ് ടെൻഡ് ടു അക്യുമുലേറ്റ് ഇൻവെന്ററീസ്. വില കൂടും എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ എല്ലാ സാധനങ്ങളും ആ ഒരു പ്രൈസ് ഒപ്പമുള്ള പ്രൈസിൽ നമ്മൾ കാര്യങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ടേയിരിക്കുകയാണ്. And finally, existing financial reporting practices of firms. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെ, പാസ്റ്റ് കോസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റല് ബഡ്ജറ്റിൽ വരുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് അവിടെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സോ എക്സിസ്റ്റിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രാക്ടീസസ് വെച്ച് നോക്കുമ്പോൾ, അതായത് നമ്മൾ ആ ഒരു പാസ്റ്റ് കോസ്റ്റ് ആണ് എപ്പോഴും നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ആ ഒരു സാധനത്തിന്റെ മുമ്പത്തെ വില എങ്ങനെയാണോ അത് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ സൈസിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഈ സൈസിൽ, വർക്കിംഗ് ക്യാപിറ്റലിന്റെ സൈസിൽ അവിടെ ചേഞ്ചസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഈ രീതിയിലൊക്കെയാണ് ഇൻഫ്ലേഷൻ സൈസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനെ ഇമ്പാക്ട് ചെയ്യുന്നത്. കൂടാനും കുറയാനും ഉള്ള എല്ലാ ചാൻസസും ഉണ്ട്. നെക്സ്റ്റ് ഈസ് അവൈലബിലിറ്റി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ഒരു ഫാക്ടർ, അത് എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ അവൈലബിലിറ്റി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻഫ്ലേഷൻ ഇമ്പാക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. That is problem of increased demand for funds, reduction in availability of fund. അല്ലെ, നമുക്ക് ഡിമാൻഡ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഡിമാൻഡ് കൂടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ എന്താണ്, നമുക്ക് ആ ഒരു ഫണ്ടിലുള്ള അവൈലബിലിറ്റി അവിടെ കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അവിടെ ഒരു അവൈലബിലിറ്റി, വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് അവിടെ കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, ഡ്യൂറിങ് ഇൻഫ്ലേഷൻ അവൈലബിലിറ്റി ഓഫ് ഇന്റേണൽ സോഴ്സസ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. ഇൻഫ്ലേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, നമ്മൾ പറഞ്ഞു നമ്മൾ മുൻകൂറായിട്ട് ആ ഒരു സ്റ്റോക്ക് വാങ്ങി വെക്കുകയാണ് വില കൂടുമെന്നുള്ള ധാരണയിൽ. അല്ലെ, ഇപ്പൊ എങ്ങനെയാണോ ഇപ്പൊ തന്നെ വാങ്ങിച്ചു വെച്ചേക്കാം എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ വാങ്ങിച്ചു വെക്കുമ്പോൾ അവിടെ എന്താണ്, നമുക്ക് അവിടെ ഒരു അവൈലബിലിറ്റി എപ്പോഴും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലെ, കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സോ അവിടെ നമുക്ക് ആ അവൈലബിലിറ്റി കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇസ് കമ്പനീസ് ഡിപ്പെൻഡ് ഹെവിലി ഓൺ പബ്ലിക് ഡെപ്പോസിറ്റ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഫോർ മീറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. കൂടുതലും ആൾക്കാർ അല്ലെങ്കിൽ കമ്പനീസ് പബ്ലിക്, അതായത് ജനങ്ങളിൽ നിന്നുള്ള ആ ഒരു പബ്ലിക് ഡെപ്പോസിറ്റിൽ നിന്നും ഡിബഞ്ചേഴ്സിൽ നിന്നും കടമെടുത്തുമൊക്കെയാണ് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ആൻഡ് അവൈലബിലിറ്റി റെഡ്യൂസ് ഡ്യൂ ടു റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ RBI. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ കുറെ റെസ്ട്രിക്ഷൻസ് വെക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോഴോ നമുക്ക് ആ ഒരു അവൈലബിലിറ്റി കുറയാൻ ചെയ്യാം. അല്ലെ, ഇപ്പൊ ഇന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇന്ന ഒരു റെസ്ട്രിക്ഷനും വെക്കുമ്പോൾ നമുക്കത് ആ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ വാങ്ങാനുള്ള ഒരു അവൈലബിലിറ്റിയും കാര്യങ്ങളും നമുക്ക് അവിടെ കുറഞ്ഞുകൊണ്ടേയിരിക്കും.
ആൻഡ് നെക്സ്റ്റ് ഇറ്റ് മേക്സ് ഡിഫിക്കൽട്ട് ഫോർ ഫിനാൻസ് മാനേജർ ടു റേസ് ഫണ്ട്സ് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. അപ്പൊ ഈ ഇൻഫ്ലേഷൻ ടൈമിൽ നമുക്ക് അപ്പൊ കൂടുതൽ ഫണ്ട് ആ ഒരു ഫിനാൻസ് മാനേജർക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമുക്ക് അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയില്ല, ഇപ്പൊ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ആളുകൾ അതിന് വീണ്ടും വീണ്ടും വില ഉയർത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഫണ്ടും അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വേണ്ടി വരും. സോ ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടിയും വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഈ അവൈലബിലിറ്റി നമുക്ക് കുറയുന്നതിനനുസരിച്ച്. സോ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇൻഫ്ലേഷൻ വർക്കിംഗ് ക്യാപിറ്റൽ അവൈലബിലിറ്റിനെ ഇമ്പാക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, കമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. കമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, വർക്കിംഗ് ക്യാപിറ്റലിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും ഒക്കെ വരുന്നതാണ്. സോ ഇതിനെ എങ്ങനെയാണ് ഇൻഫ്ലേഷൻ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ കുറച്ച് കമ്പോണൻസ് വെച്ചിട്ട് അതിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു, ഇൻഫ്ലേഷൻ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് കമ്പോണന്റ് എന്താണ് നമ്മൾ നോക്കുന്നത്? ഇൻവെന്ററി, ദാറ്റ് ഈസ് സ്റ്റോക്ക്. സ്റ്റോക്കിനെ എങ്ങനെയാണ് ഇൻഫ്ലേഷൻ എഫക്ട് ചെയ്യുന്നത്, ഇമ്പാക്ട് ഓഫ് ഇൻഫ്ലേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ എങ്ങനെയൊക്കെയാണ് നോക്കുന്നത്? ദാറ്റ് ഈസ് ഇറ്റ് ലീഡ്സ് ടു ഓവർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ നമ്മൾ വാങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഓവർ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അവിടെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ആണ് അവിടെ ഉണ്ടാവുന്നത് അല്ലെ. നമ്മൾ വില കൂടുമെന്നുള്ള ധാരണയിൽ നമ്മൾ നേരത്തെ മുൻകൂട്ടി തന്നെ ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടേ വെക്കും. സോ അത് ഓവർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു സ്റ്റോക്കിൽ ഓവർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ഷോർട്ടേജസ്. അതായത് മാർക്കറ്റിൽ അവൈലബിലിറ്റി കുറയും. അതും നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലെ. സോ ഇതൊക്കെ നമ്മൾ ആ ഒരു സ്റ്റോക്കിനെ എഫക്ട് ചെയ്യും ഇൻഫ്ലേഷൻ വരുന്നത് വഴി. സോ മാർക്കറ്റിൽ ആ ഒരു സ്റ്റോക്കിന്റെ ഷോർട്ടേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇസ് ഇറ്റ് അഫക്ട്സ് വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ്. സോ ഇങ്ങനെ ഇൻവെന്ററീസിൽ അതായത് കൂടുതലും കുറവും ഒക്കെ ഒരാൾ ഓവർ ആയിട്ടുള്ള നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, ഓവർ സ്റ്റോക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ചിലപ്പോൾ ചിലതിന് അവൈലബിലിറ്റി ആയതുകൊണ്ട് ഷോർട്ടേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു കാൽക്കുലേഷൻ, ആ ഒരു വാല്യുവേഷൻ ഇൻവെന്ററി നമുക്കത് അതിനെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെയുള്ള രീതിയിലും അത് അഫക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഇറ്റ് റെൻഡേഴ്സ് ട്രഡീഷണൽ ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സ് ഇൻഎഫക്റ്റീവ്. അതായത് നമുക്കൊരു ട്രഡീഷണൽ ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്കുകൾ ഉണ്ട്. ഇപ്പൊ മാക്സിമം ലെവൽ, മിനിമം ലെവൽ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കും. അതായത് ഒരു മാക്സിമം ലെവൽ ഉണ്ടാവണം, ഇത്ര സ്റ്റോക്ക് നമ്മൾ സൂക്ഷിക്കണം, അതിനൊരു മിനിമം ഇത്ര സ്റ്റോക്ക് എങ്കിലും വേണം. അതുപോലെ റീ ഓർഡർ, നമ്മളിപ്പം അത് കഴിഞ്ഞു, ആ ഒരു സ്റ്റോക്ക് കഴിഞ്ഞു എന്നുള്ള അത് വീണ്ടും റീ ഓർഡർ ചെയ്യാനായിട്ടുള്ള ഒരു ലെവൽ. അങ്ങനെ ഓരോ ലെവലുകളും ഉണ്ടാവും. ഇത് പക്ഷെ നമ്മൾ ഈ ഒരു ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ സ്റ്റോക്ക് വീണ്ടും വാങ്ങി വെക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ ടെക്നിക്കുകൾ ഒന്നും അല്ലാതെ അതൊരു ഇൻഎഫക്റ്റീവ് ആയിട്ട് പോകും അല്ലെ. ഇപ്പൊ ആ ഒരു മാക്സിമം ലെവലും മിനിമം ലെവലും ഒന്നും നമ്മൾ ഫോളോ ചെയ്യാതെ പോവുകയാണ്. സോ അത് നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കൺട്രോൾ ടെക്നിക്, ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്കിനെ എഫക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതപ്പോൾ നമ്മൾ ഒരു എഫക്റ്റീവും ഇല്ലാതെ ഇൻഎഫക്റ്റീവ് ആയിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ രീതിയിലൊക്കെയാണ് ഇൻഫ്ലേഷൻ നമ്മുടെ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ കമ്പോണന്റ്, അതായത് ഇൻവെന്ററി എന്ന് പറയുന്ന ഒരു കമ്പോണന്റിനെ അത് എഫക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ മെറ്റീരിയൽ ഷോർട്ടേജസ് ഇൻ ദ പീരീഡ്സ് ഓഫ് ഇൻഫ്ലേഷൻ, അതൊക്കെ നമ്മൾ നേരത്തെ റിസൾട്ട്സ് ഇൻ ഷോർട്ടേജ് നമ്മൾ പറഞ്ഞതാണ്. സോ അങ്ങനെ നമുക്ക് ആ ഒരു മെറ്റീരിയൽ ഷോർട്ടേജ്, മാർക്കറ്റിൽ മെറ്റീരിയൽ ഷോർട്ടേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഇൻഫ്ലേഷൻ അഫക്ട്സ് വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ്, ഇൻഎഫിഷ്യന്റ് മാനേജ്മെന്റ് ഓഫ് ഇൻവെന്ററി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും അവര് ഓരോ പോയിന്റ് ആയിട്ടും കാര്യങ്ങളിലൊക്കെ പറയുന്നത്. സോ അവർക്ക് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഇത്ര സ്റ്റോക്കേ നമ്മൾ സൂക്ഷിക്കാനായിട്ട് പാടുള്ളൂ. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമുക്ക് തെറ്റിക്കേണ്ടതായിട്ട് വരും. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു മാനേജ്മെന്റ് കൺട്രോൾ ടെക്നിക്കും ഒക്കെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പോകാനായിട്ടുള്ള ചാൻസ് അവിടെ ഇല്ല. അപ്പൊ നമുക്ക് ഇൻവെന്ററിനെ, അതായത് സ്റ്റോക്കിനെ മാത്രമല്ല അത് എഫക്ട് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓരോ ടെക്നിക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനെയും ഈ ഒരു ഇൻഫ്ലേഷൻ എഫക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ശ്രീ PJ ഫെർണാണ്ടസ് കുറച്ച് കാര്യങ്ങൾ, ഈ ഒരു ഇൻഫ്ലേഷൻ എന്നുള്ളത് എങ്ങനെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, അതായത് ഈ ഒരു ഇൻവെന്ററി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കൺട്രോൾ ടെക്നിക്കുകൾ ഉണ്ട്. ആ മാനേജ്മെന്റും കാര്യങ്ങളും എങ്ങനെയാണ് അവർ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ഇൻഫ്ലേഷൻ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. So the first one is the stock which are held by the enterprise have a direct and immediate relationship to general price levels. അല്ലെ, അപ്പൊ ആ ഒരു സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ള, ആ ഒരു കമ്പനിയുടെ കയ്യിലുള്ള സ്റ്റോക്കും അതുപോലെ തന്നെ ആ വരുന്ന പ്രൈസ് ലെവൽസ്, ആ ഒരു പ്രൈസ് കൂടുതലും കുറവും ഒക്കെ വരുന്നത് തമ്മിൽ ഒരു ബന്ധമുണ്ട് അല്ലെ. ആ ഒരു സ്റ്റോക്കും പ്രൈസും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. And next is the price level in any country is to a great extent determined by the cost of production. അതായത് ആ ഒരു കോസ്റ്റും കാര്യങ്ങളും, ആ ഒരു ഇൻപുട്ടും കാര്യങ്ങളും എങ്ങനെയാണോ അതിനകത്ത് വരുന്നത്, അതും പ്രൈസ് ലെവലും തമ്മിലും ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്.
അതായത് ആ ഒരു ഇൻപുട്ടിന്റെ കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു പ്രൈസ് ലെവൽ കൂടാനായിട്ടുള്ള ചാൻസും നമുക്ക് അവിടെ ഉണ്ട്. ആൻഡ് an effective system of materials management must necessarily result in an increase in production. അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ, കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടാണ് അത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ കൂടാനായിട്ടുള്ള ചാൻസസും അവിടെ ഉണ്ട്. അല്ലെ, കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ആ ഒരു മെറ്റീരിയൽസ് മാനേജ്മെന്റിലേക്ക് പോകണം, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. And the materials manager can have a total and absolute impact on production outside his unit. മൊത്തത്തിൽ നമുക്ക് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് വഴി കറക്റ്റ് നല്ലൊരു ഇമ്പാക്ട് ആ ഒരു പ്രൊഡക്ഷനിൽ നല്ല ഇമ്പാക്ട് കൊണ്ടുപോകാനായിട്ട്, അത് അകമേ മാത്രമല്ല പുറമേ ആയാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് എ മെറ്റീരിയൽസ് മാനേജ്മെന്റ് വിച്ച് ക്യാൻ റെഡ്യൂസ് ദ ക്രഷിംഗ് ബർഡൻ ഓഫ് ക്രെഡിറ്റ് എക്സ്പാൻഷൻ ആൻഡ് ദ മണി സപ്ലൈ വിച്ച് അഗെയിൻ വിൽ ഹാവ് എ ഡയറക്റ്റ് ആൻഡ് അബ്സല്യൂട്ട് ഇമ്പാക്ട് ഓൺ ഇൻഫ്ലേഷണറി ടെൻഡൻസി. വീണ്ടും ഈ ഒരു ഇൻഫ്ലേഷൻ വരാനായിട്ടുള്ള ചാൻസസും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കാനായിട്ടും കറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് ശ്രീ PJ ഫെർണാണ്ടസ് ഈ ഒരു രീതി, അതായത് ഇൻഫ്ലേഷൻ എങ്ങനെയാണ് നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് വഴി എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, അതായത് ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സ് ഇൻഎഫക്റ്റീവ് ആവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. അല്ലെ, കറക്റ്റ് ആയിട്ട് ഒരു ഓർഡർ ലെവലും അതൊന്നും നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തില്ല, ആ ഒരു റൂൾസും കാര്യങ്ങളും നമ്മൾ തെറ്റിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഇൻഫ്ലേഷൻ അതൊക്കെ അഫക്ട് ചെയ്യുന്നു പറഞ്ഞു. സോ അത് ജസ്റ്റ് ഒരു പ്രോബ്ലം പോലെ ഒരു അസംഷൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് അത് എങ്ങനെയാണ് ഇൻഎഫക്റ്റീവ് ആവുന്നത് എന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. ജസ്റ്റ് അത് എങ്ങനെയാണ്, അതായത് നമ്മൾ ആ ഒരു ഇൻവെന്ററിയിൽ നമ്മൾ കുറച്ച് ഇമ്പാക്ട് ഓഫ് ഇൻഫ്ലേഷൻ നമ്മൾ പഠിച്ചു. അതിൽ ഈ ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സ് എങ്ങനെ ഇൻഎഫക്റ്റീവ് ആവുന്നു എന്നുള്ളത് നമുക്കത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് അവർ കാണിച്ചു തന്നേക്കാണ്. സോ ഇതൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതല്ല, ഡീറ്റെയിൽ പ്രോബ്ലംസ് നമ്മളിപ്പം ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി ആയാലും ക്യാരിയിങ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് മാത്രം എങ്ങനെയാണ് അത് ഇൻഎഫക്റ്റീവ് ആവുന്നത് എന്നുള്ളൊരു ജസ്റ്റ് എക്സാമ്പിൾ മാത്രമാണ് ഇപ്പൊ പറയുന്നത്. സോ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ആനുവൽ കൺസപ്ഷൻ ₹1 lakh എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി EOQ എത്രയാണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 3 നമ്മൾ EOQ എന്താണ്, അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ പഠിക്കും. ആൻഡ് നമ്പർ ഓഫ് ഓർഡേഴ്സ് പെർ ഇയറിൽ നമുക്ക് നമ്പർ ഓഫ് ഓർഡേഴ്സ് എത്രയാണ്, 32 ആണെന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഓർഡറിംഗ് കോസ്റ്റ് 20 per order. ക്യാരിയിങ് കോസ്റ്റ് അത് നമുക്ക് പെർസെന്റേജ് ആണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ അത് കണ്ടുപിടിക്കണം. ആൻഡ് ലീഡ് ടൈം കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഓൾസോ പ്രൈസ് റൈസ്, അതായത് ഇൻഫ്ലേഷൻ എത്രയാണ്, ഇൻഫ്ലേഷൻ വെച്ചിട്ടാണല്ലോ അത് എങ്ങനെയാണ് ആ ഒരു ട്രഡീഷണൽ ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്കിനെ ഇൻഎഫക്റ്റീവ് ആണെന്ന് നോക്കേണ്ടത്. സോ പ്രൈസ് റൈസ് എത്രയാണ്, 5% പെർ മന്ത്. ഓരോ മന്ത് കൂടുമ്പോഴും 5% വെച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും ആ ഒരു പ്രൈസ് ലെവൽ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ. സോ ഓർഡറിംഗ് കോസ്റ്റ് നമ്മൾ പെർ ഓർഡർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് മൊത്തം എത്ര ഓർഡർ ഉണ്ട് ഒരു വർഷത്തേക്ക്, 32 ഓർഡർ ഉണ്ട്. സോ അത് നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം, 32 × 20 എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ദാറ്റ് ഈസ് 640. അപ്പൊ നമുക്ക് ഓർഡറിംഗ് കോസ്റ്റ് ഒരു വർഷത്തേക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടി. നെക്സ്റ്റ് എന്താണ്, ക്യാരിയിങ് കോസ്റ്റ് ആണ്. അല്ലെ, ക്യാരിയിങ് കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നമ്മളത് ആവറേജ് EOQന്റെ ആവറേജ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 3125 ഡിവൈഡ് ബൈ 2 ആൻഡ് ഇൻറ്റു ക്യാരിയിങ് കോസ്റ്റ് നമുക്ക് പെർസെന്റേജ് ആണ് അവിടെ തന്നിരിക്കുന്നത്, 25% എന്നുള്ളത് നമ്മൾ നോക്കി. സോ നമുക്ക് അതിന്റെ റുപ്പീസ് നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് ₹390.63 എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടി. സോ നമുക്ക് രണ്ട് കോസ്റ്റും കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്താണ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ടും നമുക്ക് കിട്ടി. സോ അപ്പൊ നമുക്ക് 32 ഓർഡർ ആണ് നമുക്ക് ഉണ്ടായെന്ന് പറഞ്ഞു അല്ലെ, ഒരു വർഷത്തേക്ക് 32 ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഓരോ മന്തിലും, നമുക്ക് 12 മാസം ഉണ്ട്, അപ്പൊ ഓരോ മന്തിലും എങ്ങനെയൊക്കെയാണ് ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതുപോലെ മെറ്റീരിയൽ കോസ്റ്റ് ഓരോ മാസത്തേക്കും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത്. സോ നമുക്കവിടെ നമ്പർ ഓഫ് മന്ത്സ് ഓരോ മാസം, അല്ലെ 12 മാസം ഉണ്ട്, ഒരു വർഷം 12 മാസമാണുള്ളത്. സോ ആ 12 മാസം നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ടോട്ടൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ നമുക്ക് 32 ഓർഡർ ആണുള്ളത്. സോ അത് നമ്മൾ 32 ഡിവൈഡഡ് ബൈ 12 നമ്മൾ ചെയ്യുമ്പോൾ ഒരു 2.66 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും.
സോ നമ്മളതൊരു 2ഉം 3ഉം എന്നുള്ള രീതിയിൽ ഓരോ മാസവും 2ഉം 3ഉം എന്നുള്ള രീതിയിൽ ടോട്ടൽ നമുക്ക് 32 വരുന്ന രീതിയിൽ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യും. ജസ്റ്റ് ഒരു അസംഷൻ ആണ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ കുറച്ചൊരു അസംഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഇത് എങ്ങനെയാണ് ഇൻഎഫക്റ്റീവ് ആകുന്നത്, അതാണ് ഞാൻ പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് ഓർഡേഴ്സ് നമ്മൾ ഒരു അസംഷൻ വെച്ചിട്ട് 2.66 ആണ് 32 ഡിവൈഡ് ബൈ 12. എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു 12 മാസമാണ് നമുക്ക് ഒരു വർഷത്തേക്കുള്ളത്. അപ്പൊ 32 എന്ന് പറയുന്നത് ആ ഒരു വർഷത്തേക്കുള്ള ടോട്ടൽ ഓർഡർ ആയിരുന്നു. സോ അത് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ എങ്ങനെയാണ് വന്നത്, ദാറ്റ് ഈസ് ഓരോ 2.66 വന്നപ്പോൾ അത് നമ്മൾ 2 നമുക്ക് ആ ഒരു കറക്റ്റ് പോയിന്റ് വെക്കേണ്ട ആവശ്യമില്ല. കാരണം കറക്റ്റ് പോയിന്റ് വെക്കുമ്പോൾ നമുക്ക് ആ കാൽക്കുലേഷൻ കുറച്ച് ഡിഫിക്കൽട്ടി ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ 2ഉം 3ഉം വെച്ചിട്ട് ടോട്ടൽ നമുക്ക് 32 വരാം. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയാലും ഇപ്പം ആദ്യം നമുക്ക് ഫസ്റ്റ് മന്തിൽ 2ഉം സെക്കൻഡ് മന്തിൽ 3ഉം ആണ് വന്നത്. ഇത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു അസംഷൻ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ അങ്ങനെ നമുക്ക് നമ്പർ ഓഫ് ഓർഡേഴ്സ് നമ്മൾ അവിടെ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഇനി മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ നോക്കുകയാണ്. സോ മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ എന്തെങ്ങനെയാണ് നോക്കുന്നത്, ദാറ്റ് ഈസ് EOQ അല്ലെ. EOQ എത്രയായിരുന്നു, 3125 ഇൻറ്റു ആ ഒരു നമ്പർ ഓഫ് ഓർഡേഴ്സ് നമ്മൾ ഇൻഡ്യൂ ചെയ്തു. ആൻഡ് ഓൾസോ കോസ്റ്റ് എത്രയാന്ന് വെച്ചാൽ അതും ഇൻഡ്യൂ ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ കോസ്റ്റിൽ കണ്ടോ ഇൻക്രീസ് ആയി വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു അല്ലെ, പ്രൈസിൽ ഇൻഫ്ലേഷൻ നമുക്ക് കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓരോ മാസം കഴിയുന്തോറും 5% വെച്ച് ഇൻഫ്ലേഷൻ നമുക്ക് കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ അതാണ് അവിടെ ഒരു ഇപ്പം ആദ്യത്തെ മാസം നമുക്ക് 1 റുപ്പി ആയിരുന്നു, നെക്സ്റ്റ് വന്നപ്പോൾ 1.05 ആയി, നെക്സ്റ്റ് വന്നപ്പോൾ 1.10 ആയി. അതായത് ആ ഒരു 5% കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് അവിടെ കിട്ടും. സോ ഇതാണ് ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ. അത് EOQ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. സോ നമ്മൾ EOQ വെച്ചിട്ട് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ആ ടോട്ടൽ എത്രയാണ് കിട്ടിയെന്നുള്ളത് നമ്മൾ അവിടെ കണ്ടു. അതായത് 1,27,656.25 എന്നുള്ള എമൗണ്ട് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഈ പറയുന്ന ട്രഡീഷണൽ മെത്തേഡ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ നോക്കുകയാണ്. അതായത് EOQ ഒന്നും ഇല്ലാതെ ഒരു ഓർഡർ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. സോ ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ സെയിം പോലെയാണ്. ക്വാണ്ടിറ്റി നീഡഡ്, അതായത് ആനുവൽ കൺസപ്ഷൻ എത്രയാണ്, 1 ലാഖിനാണ്. ഇവിടെ നമ്പർ ഓഫ് ഓർഡേഴ്സ് നമ്മൾ ഒരു ലോട്ട് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ്. എന്നിട്ട് നമുക്ക് 32 വെച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഒരു ഓർഡർ വെച്ചിട്ട് നമ്മൾ നോക്കില്ല. കാരണം നമ്മൾ ഇവിടെ EOQ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ അങ്ങനെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ്. നമ്പർ ഓഫ് ഓർഡേഴ്സ് 1 ആണ്. ഓർഡറിംഗ് കോസ്റ്റ് എന്താണ്, 1 × 20 എന്ന് പറയുന്നത് 20 തന്നെയാണ്. ആൻഡ് ഓൾസോ ക്യാരിയിങ് കോസ്റ്റ് നമ്മൾ നേരത്തെ ആവറേജ് കണ്ടുപിടിച്ച പോലെ ചെയ്തിട്ട് പെർസെന്റേജ്, നമുക്ക് പെർസെന്റേജ് ആണ് 25% എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ആ പെർസെന്റേജ് വെക്കുമ്പോൾ നമുക്ക് 12,500 കിട്ടും. സോ മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്, നമുക്ക് 1 ലാഖ് എന്നുള്ളത് നമുക്ക് കിട്ടി അല്ലെ. സോ അങ്ങനെ നമുക്ക് ടോട്ടൽ കോസ്റ്റ്, നമ്മൾ ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് എടുക്കുന്നത്, മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണോ പ്ലസ് ഓർഡറിംഗ് കോസ്റ്റ് പ്ലസ് ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് അല്ലെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, ദാറ്റ് ഈസ് 1,12,520 എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെ, എങ്ങനെയാണ് ആ ഒരു ഇൻഫ്ലേഷൻ ആ ഒരു ഇൻഎഫക്റ്റീവ് ആയി പോവുകയാണ് ഏത് ട്രഡീഷണൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി. സോ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതല്ലേ ഏറ്റവും കൂടുതൽ ലാഭമായിട്ട് കിട്ടുന്നത്. സോ ഈ രീതിയിൽ ടോട്ടൽ കോസ്റ്റ്, അതായത് അത്രയും ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. 1,12,520 മാത്രമേ നമുക്ക് ഈ ട്രഡീഷണൽ മെത്തേഡ് യൂസ് ചെയ്യാതെ വരുന്നത്. So thus it would appear that the conventional inventory control technique of EOQ is not really valid under the assumed conditions. അല്ലെ, നമ്മൾ ഈ അസംഷൻ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു, അതായത് മറ്റേ നമുക്ക് 1,27,656 കിട്ടുന്നുണ്ട്. സോ അത്രയും നമുക്ക് ആവശ്യമില്ല, അതിലും കുറവായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഇൻഫ്ലേഷൻ അത്രത്തോളം അതിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളത് എന്തുകൊണ്ട് അത് ഇൻഎഫക്റ്റീവ് ആവുന്നു എന്നുള്ളത് ജസ്റ്റ് ഒരു പ്രോബ്ലത്തിൽ നമ്മൾ അസംഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പ്രോബ്ലത്തിൽ നമ്മൾ നോക്കിയതാണ്. കുറച്ചും കൂടി എങ്ങനെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പ്രോബ്ലം ഒക്കെ വെച്ചിട്ട് അസംഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. സോ ഇങ്ങനെയാണ് ആ ഒരു ഇൻഎഫക്റ്റീവ് ആവുന്നത്, ആ ഒരു ട്രഡീഷണൽ ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്ക് ഇൻഫ്ലേഷൻ വരുമ്പോൾ എങ്ങനെയാണ് അത് ഇൻഎഫക്റ്റീവ് ആവുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണുന്നത്. സോ നെക്സ്റ്റ് ഇസ് റിസീവബിൾസ്. നമ്മൾ പറഞ്ഞു കമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് നമ്മൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇൻവെന്ററീസിന്റെ കാര്യങ്ങളാണ്. ഇൻവെന്ററീസ് എങ്ങനെയാണ് ഇമ്പാക്ട് ഓഫ് ഇൻഫ്ലേഷൻ എങ്ങനെയാണ് ഇൻവെന്ററീസിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് നമുക്ക് റിസീവബിൾസിൽ നോക്കാം. റിസീവബിൾസും എന്താണ്, ഒരു കറണ്ട് അസറ്റ് ആണ് അല്ലെ. സോ അതിൽ എങ്ങനെയാണ് ഇൻഫ്ലേഷൻ ഇമ്പാക്ട് ചെയ്യുന്നത്, ഒരു കമ്പോണന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്, അതെങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് എഫക്ട് ഓഫ് ഇൻഫ്ലേഷൻ ഈസ് സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിസീവബിൾസ്. അപ്പൊ അതിന്റെ ഇൻഫ്ലേഷൻ എന്തിനെയാണ് എഫക്ട് ചെയ്യുന്നത്, റിസീവബിൾസിന്റെ സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ എഫക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
That is, amount of investment in receivables varies depending upon the credit and collection policies of organization. അതായത് എത്ര നാളത്തേക്ക് ആ ക്രെഡിറ്റ് കൊടുക്കുന്നു അല്ലെ. നമ്മൾ നേരത്തെ ആ വർക്കിംഗ് സൈക്കിൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു നമുക്ക് എത്ര നാൾ കഴിഞ്ഞിട്ടാണോ തരുന്നത് അപ്പൊ അത്രയും ഫാസ്റ്റ് ആവുന്നത് വഴി നമുക്ക് അത്രയും ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ മതി. അപ്പം ഈ ഒരു റിസീവബിൾ നമുക്ക് കിട്ടുന്നത് വഴി അതായത് ആ ഒരു ക്രെഡിറ്റ് നമ്മൾ എത്ര നാളേക്ക് കൊടുക്കും, ചിലപ്പോൾ 6 മാസത്തേക്കാവും, ചിലപ്പോൾ 1 വർഷത്തേക്കാവും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഈ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് റിസീവബിൾസ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഓൾസോ കളക്ഷൻ പോളിസി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ ലിബറൽ ആയിട്ടായിരിക്കും. ഇപ്പൊ ചിലവർ പൈസ വാങ്ങുന്നത് തന്നെ എങ്ങനെയാണ്, 6 മാസം കഴിഞ്ഞാൽ എന്തായാലും എന്താണെന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ളതായിരിക്കും. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടാകുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടും. ചിലപ്പോൾ ലിബറൽ ആയിട്ടാണെങ്കിലോ അവർ കുറച്ചും കൂടെ കഴിഞ്ഞൊക്കെ തരുന്നുണ്ടാവുള്ളൂ. സോ ഇതൊക്കെ അനുസരിച്ചിരിക്കും എന്ത് ഈ ഒരു എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് റിസീവബിൾസ് ചേഞ്ച് ആവുന്നത്. And also, effect of inflation varies in accordance with the quantum of receivables and the time allowed to prepay them. അല്ലെ, ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതൊക്കെ ഈ ഇൻഫ്ലേഷൻ എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ തിരിച്ച് എത്രത്തോളം വൈകിയാണോ അല്ലെങ്കിൽ എത്രത്തോളം നേരത്തെയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച്, അതുപോലെ തന്നെ ക്വാണ്ടം ഓഫ് റിസീവബിൾസും ഒക്കെ അനുസരിച്ചാണ് ഈ ഇൻഫ്ലേഷൻ റിസീവബിൾസിനെയൊക്കെ എഫക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ക്യാഷ്. എങ്ങനെയാണ് ക്യാഷിനെ എഫക്ട് ചെയ്യുന്നത് ഇൻഫ്ലേഷൻ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് മാനേജ്മെന്റ് ഓഫ് ക്യാഷ് ആഡഡ് ഇമ്പോർട്ടൻസ് ഡ്യൂറിംഗ് ദ പീരീഡ്സ് ഓഫ് ഇൻഫ്ലേഷൻ. അതായത് ആ ഒരു പണത്തിന്റെ മൂല്യമാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഇൻഫ്ലേഷന്റെ ആ ഒരു ടൈമിൽ നമുക്ക് അവിടെ പണത്തിന്റെ മൂല്യം കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അത്രയും അധികം ഇമ്പോർട്ടൻസും കാര്യങ്ങളും നമുക്ക് അവിടെ ഉണ്ട്. ആൻഡ് ഓൾസോ മണി ലോസിംഗ് വാല്യൂ, ഐഡിൽ ക്യാഷ് ഡിപ്രിസിയേറ്റ്സ്. അല്ലെ, നമുക്ക് അവിടെ പണത്തിന്റെ മൂല്യം ലോസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഡ്യൂറിംഗ് ഇൻഫ്ലേഷണറി പീരീഡ്സ് ക്യാഷ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ അസറ്റ്. ക്യാഷിന് ഒരു അസറ്റ് ആയിട്ടാണ് നമ്മൾ ഇൻഫ്ലേഷണറി പീരീഡിൽ നമ്മളിത് കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ക്യാഷിന് ഒരു അസറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്? അതായത് പ്രോപ്പർ ആയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ക്യാഷിനെ നമ്മൾ ഒരു അസറ്റ് ആയിട്ട് നമ്മൾ ഇൻഫ്ലേഷണറി പീരീഡിൽ ട്രീറ്റ് ചെയ്യുന്നത്. സോ ഈ രീതിയിലൊക്കെയാണ് നമുക്ക് കമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനെ ഇൻഫ്ലേഷൻ എല്ലാം എഫക്ട് ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഈ ഒരു യൂണിറ്റില്, ദാറ്റ് ഈസ് ട്രെൻഡ്സ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ട്രെൻഡ് ഇന്ത്യൻ കമ്പനീസിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. സോ ഫസ്റ്റ് അത് ഏതൊക്കെ രീതിയിലാണ് സൈസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, എങ്ങനെയാണ് സൈസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ട്രെൻഡ് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. That is, ratio of current assets to total assets provides a measure of relative liquidity of firms' asset structure. And higher the ratio, the lower would be profitability and risk. അതായത് ഇപ്പൊ ഇന്ത്യൻ കമ്പനി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 35% ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, ആ വർക്കിംഗ് ക്യാപിറ്റൽ 35% എന്താണ്, ടോട്ടൽ അസറ്റ്സ് ആണ് അവിടെ നമുക്ക് കാണുന്നത്. സോ ആ ഒരു കറണ്ട് അസറ്റിൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലിക്വിഡിറ്റിയും റിസ്ക്കും കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ പ്രോഫിറ്റബിലിറ്റി അവിടെ കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഈ രീതിയിലേക്കാണ് ആ ഒരു കാര്യങ്ങൾ നമ്മൾ പോകുന്നത്. സോ അതാണ് പറയുന്നത് ലിക്വിഡിറ്റി ഓഫ് ദ എപ്പോഴും ആ ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, ക്യാഷ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. സോ ലിക്വിഡിറ്റി എപ്പോഴും നമുക്ക് കൂടാനായിട്ടുള്ള ചാൻസസ് അവിടെയുണ്ട്. ആൻഡ് ഹയർ ദ റേഷ്യോ ദ ലോവർ വുഡ് ബി പ്രോഫിറ്റബിലിറ്റി ആൻഡ് റിസ്ക്. അതിന്റെ റേഷ്യോ കൂടുന്നതിനനുസരിച്ച്, ആ ഒരു കറണ്ട് അസറ്റ്സിന്റെ കാര്യങ്ങൾ കൂടുന്നതിന്, ആ ഒരു റേഷ്യോ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു പ്രോഫിറ്റബിലിറ്റിയും റിസ്ക്കും കുറയാനായിട്ടുള്ള ചാൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. സോ അങ്ങനെയാണ് സൈസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ കമ്പോണൻസിനെ അതെങ്ങനെയാണ്, ആ ഒരു ട്രെൻഡ് എങ്ങനെയാണ്, ഇന്ത്യൻ കമ്പനിയിൽ എങ്ങനെയാണ് കമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ട്രെൻഡ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ദാറ്റ് ഈസ് കറണ്ട് അസറ്റ്സ്. കമ്പോണൻസ് ഏതൊക്കെയാണ്, കറണ്ട് അസറ്റ്സും ഉണ്ട്, കറണ്ട് ലയബിലിറ്റീസും ഉണ്ട്. സോ കറണ്ട് അസറ്റ്സിൽ വരുമ്പോൾ എങ്ങനെയാണ്, ട്രേഡ് റിസീവബിൾസിനാണ് എപ്പോഴും ഒരു ഡൊമിനേറ്റഡ് പൊസിഷൻ നമുക്ക് അവിടെ ഉള്ളത്, അല്ലെ. അതായത് കറണ്ട് അസറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇന്ത്യൻ കമ്പനിയിലെ കറണ്ട് അസറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ പകുതിയും ഹാഫ് എന്താണ്, ഡെപ്റ്റേഴ്സും അഡ്വാൻസും. നമുക്ക് കിട്ടാനുള്ള ആൾക്കാരുടെ നിന്നും കിട്ടാനുള്ള ഡെപ്റ്റേഴ്സും അഡ്വാൻസസും ആണ് എപ്പോഴും നമുക്ക് ഉണ്ടാവുന്നത്. സോ ആ രീതിയിലാണ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ കമ്പോണൻസിന്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിലോ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് ട്രേഡ് റിസീവബിൾസ് ആണ് അവിടെങ്കിൽ ഇവിടെ ട്രേഡ് പേയബിൾസ് ആൻഡ് അതർ കറണ്ട് ലയബിലിറ്റീസ് ആണ് എപ്പോഴും ഒരു പ്രൈം പ്ലേസ്. അതായത് മെയിൻ ഒരു ഡൊമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് എന്തൊക്കെയാണ്, ട്രേഡ് പേയബിൾസും അതർ കറണ്ട് ലയബിലിറ്റീസും ആണ്. അതുപോലെ തന്നെ എന്താണ്, ബാങ്ക് ബോറോയിങ്സും നിൽക്കുന്നുണ്ട്. സോ ഈ രീതിയിലേക്കാണ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ട്രെൻഡ്സ് എന്ന് നമ്മൾ പറയുന്നത്, ഇന്ത്യൻ കമ്പനിയിലുള്ള ട്രെൻഡ്സ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്ലാനിങ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം, അല്ലെ, ഷോർട്ട് ടേമും മീഡിയം ടേമും അതുപോലെ തന്നെ ലോങ് ടേമും നമ്മൾ നോക്കി. സോ അതിൽ എന്തൊക്കെ വെച്ചിട്ട് ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഏതൊക്കെ രീതിയിലാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്.
ആൻഡ് ഓൾസോ നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഇൻഫ്ലേഷൻ. വർക്കിംഗ് ക്യാപിറ്റലും ഇൻഫ്ലേഷനും തമ്മിലുള്ള ഇമ്പാക്ട് എന്തൊക്കെയാണ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിന് വേണ്ടത്, ആൻഡ് ഓൾസോ ട്രെൻഡ്സ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു യൂണിറ്റിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മുമ്പ് വന്നിട്ടുള്ളത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് ഡിസംബർ 2022 വന്ന ക്വസ്റ്റൻ ആണ്. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദ ഗ്രോസ് കൺസെപ്റ്റ് ആൻഡ് നെറ്റ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അല്ലെ, നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് ഡെഫിനിഷൻ നമ്മൾ പഠിച്ചപ്പോൾ അതിന്റെ ഗ്രോസ് കൺസെപ്റ്റും പഠിച്ചു, അതുപോലെ തന്നെ നെറ്റ് കൺസെപ്റ്റ് നമ്മൾ പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അല്ലെ, കറന്റ് അസെറ്റ്സ് മാത്രമുള്ളതാണ് എന്ത് ഗ്രോസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് കറന്റ് അസെറ്റ്സും കറന്റ് ലയബിലിറ്റിയും ഡിഫറൻസിനെയാണ് എന്താ പറയുന്നത് നെറ്റ് കൺസെപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ഓൾസോ ഡിസ്കസ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പഠിച്ചു. അല്ലെ, പെർമനന്റ് ഉണ്ട്, വേരിയബിൾ ഉണ്ട്, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. ആൻഡ് ദർ ബിഹേവിയർ ഇൻ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഫേം. അല്ലെ, നോൺ ഗ്രോത്ത് ഫേംസിലാകുമ്പോൾ എങ്ങനെയാണ്, സൈക്ലിക്കൽ ഫേമിൽ വരുമ്പോൾ എങ്ങനെയാണ്, അത് നമ്മളൊരു 4 ഗ്രാഫ് പോലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചെയ്യും. സോ അതാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ജൂൺ 2023 ചോദിച്ചതാണ്. ദാറ്റ് ഇസ് ഡിഫൈൻ വർക്കിംഗ് ക്യാപിറ്റൽ. അല്ലെ, വർക്കിംഗ് ക്യാപിറ്റൽ എന്താന്ന് നമ്മൾ പഠിച്ചതാണ്, 2 കൺസെപ്റ്റും വെച്ച് നമ്മൾ പഠിച്ചതാണ്. ആൻഡ് ഓൾസോ ഡിസ്കസ് ദ ഡിഫറെന്റ് കമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അല്ലെ, വർക്കിംഗ് ക്യാപിറ്റൽ എന്തൊക്കെ കമ്പോണൻസ് ആണുള്ളത്, കറന്റ് അസെറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ കറന്റ് ലയബിലിറ്റീസും ഉണ്ട്. അത് രണ്ടും തന്നെ സബ് കാറ്റഗറീസ്, കറന്റ് അസെറ്റ്സിൽ ഏതൊക്കെയാണ് വരുന്നത്, കറന്റ് ലയബിലിറ്റീസിൽ ഏതൊക്കെയാണ് വരുന്നത്, എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ഒരു യൂണിറ്റിൽ നിന്നും വന്നിരിക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് നോക്കാനുള്ളത്. സോ താങ്ക് യു.